ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാനിതൊരു മലേഷ്യൻ സീരീസ് പോലെ 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ പോകുന്നത് മലേഷ്യയിലെ ഡെസാറു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലാണ്. അത് സിംഗപ്പൂരിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 3 hours ബൈ റോഡുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ജോഹർ ബാറുവിലേക്ക് സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് റെൻറ്റ് കാർ എടുക്കാമെന്ന് വിചാരിച്ചു. മലേഷ്യയിൽ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഇന്ത്യൻ ലൈസൻസിൻ്റെ ആവശ്യം മാത്രം മതി. പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഗുഡ്, പക്ഷേ ഇന്ത്യൻ ലൈസൻസും മതി. അപ്പോൾ നമ്മൾ റെൻറ്റ് കാർ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഡെസാറുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കുറച്ച് കാഴ്ചകളും കാണിക്കാം ഓൺ ദ വേ. ഡെസാറു എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ഇറ്റ്സ് ബേസിക്കലി എ കോസ്റ്റൽ ഏരിയ. അവിടെ കുറേ ബീച്ചസും ബീച്ച് സൈഡ് ഹോട്ടൽ റിസോർട്ടൊക്കെ കാണാൻ പറ്റും നമുക്ക്. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലമാണത്. പക്ഷെ നമ്മൾ ബീച്ച് സൈഡിലേക്കല്ല പോകുന്നത്. എനിക്കും രാഹുലിനും ബീച്ച് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഡെസാറുവിൽ ഗൂഗിളിൽ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു മിനി സൂ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ടേക്ക് ഓടിച്ചിട്ട് പോവാമെന്ന്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഫുഡാണല്ലോ പ്രധാനം. അതുകൊണ്ട് നമ്മൾ കാറ് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെസോ എന്ന് പറഞ്ഞിട്ടൊരു പിസ്സ ഷോപ്പുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മൾ പിസ്സ പാഴ്സലെടുത്ത് വണ്ടിയിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മളിന്ന് ഡെസാറുവിൽ പോയിട്ട് ടയർഡാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് വരാമെന്നായിരുന്നു പ്ലാൻ. രാഹുൽ കുറേ വർഷമായി സിംഗപ്പൂരിൽ. ഞാൻ വന്നിട്ടൊരു 3 years ആയിട്ടുള്ളൂ. പക്ഷേ രാഹുലിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മലേഷ്യയിൽ കാർ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അതപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, അവിടുത്തെ റൂൾസും റെഗുലേഷൻസൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ കുറച്ച് ഈസി ആയിരുന്നു, നമ്മൾ നാട്ടിലൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ ആയിരുന്നു. പക്ഷേ അഫ്കോഴ്സ് നല്ല റോഡ്സ് ആയിരുന്നു, നല്ല സ്മൂത്ത് ആയിരുന്നു നമ്മളുടെ ട്രിപ്പ്. അങ്ങനെ ഞാൻ പിസ്സ എൻജോയ് ചെയ്ത് ഡ്രൈവും എൻജോയ് ചെയ്ത് പോവായിരുന്നു. ശങ്കരും അപ്പോഴത്തേനും ഉറങ്ങി. ഒരു ആഫ്റ്റർനൂൺ ആയ കാരണം അവൻ ഉറങ്ങി. എൻ്റെ ഒരു ഗിൽറ്റി പ്ലെഷറാണ് കേട്ടോ കോക്ക്. എനിക്ക് ഐ തിങ്ക് 1 weekൽ അറ്റ്ലീസ്റ്റ് 3-4 times കോക്ക് കുടിക്കണം. വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഒരു ക്രേവിങ്ങും ഇല്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ഫുഡിനോട് അലർജി ആയിരുന്നു, അത്രയും എനിക്ക് വേണ്ടായിരുന്നു ഫുഡ്. പക്ഷെ ആകെ ഞാൻ ക്രേവ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കോക്ക്. അപ്പോൾ ഫിസി ഡ്രിങ്ക് അങ്ങനെയൊന്നും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പാടില്ല ആ സമയത്ത്. എന്നാലും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കോക്കെങ്കിലും ഒരു വീക്കിൽ കുടിക്കുമായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് കാരണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോക്ക് ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കപ്പലണ്ടി മുട്ടായിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് ബാഗിൽ വെച്ചിട്ട് വന്നതാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് എപ്പോഴും കഴിക്കണം എന്ന്. അതുകൊണ്ട് ഞാനിത് ബാഗിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞു, ഗുഡ് ജോബ്, നീ സ്നാക്സ് കൊണ്ടുവന്നു അല്ലേ. റോഡ് ട്രിപ്പിൽ സ്നാക്സ് ഇല്ലാണ്ട് എന്ത് ഫണ്ണല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോൾ പ്ലാസ. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ബൈ റോഡ് സിംഗപ്പൂരിൽ നിന്ന് എവിടെയും പോവാത്തതുകൊണ്ട് ഇതെനിക്കൊരു ഫസ്റ്റ് ടൈം ആയിരുന്നു. നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ആയിരുന്നു. ഒരു കാർഡ്, നമ്മുടെ റെൻറ്റ് കാർ എടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് അത് ജസ്റ്റ് അവിടെ കാണിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺ ദ വേ ഒരു 3-4 times ടോൾ ക്രോസ് ചെയ്തിരുന്നു. Local singer Ami Mustira, he spoke with a few weeks back, belting her rousing song to Hold Up the Sky with music and drama company vocalist. Following performance by the Voices of Singapore. And guess what? We spoke with the founder as well, Dr. Darius Lin.
Sorry? Animal feed കൊടുക്കട്ടെ? Yeah, okay. We can take the whole. അതില് എഴുതിയിട്ടുണ്ട് ഏത്. Okay, one step from there. Okay, thank you. Sangu, let's go. Peacock. വൈറ്റ് കളർ മുമ്പ് കണ്ടിട്ടില്ല അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ നോക്കിക്കോ, അതാ ഫീഡ് ചെയ്യണോ അവയ്ക്ക്? ഫീഡ് ചെയ്യണോ അവയ്ക്ക്? Thank you. Thank you. 10 ringgit, right? നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. We give the net later. Later we give you. അത് കൊടുക്കും മോനെ, ഇത് ആൻറ്റിയുടെയാ, നിന്റെ പയറെടുത്തോ. I give you later. Hi, can we feed? You guys can feed them The long beans, huh? The long bean. Just put it there inside the mouth. Okay, it's okay. I will show you. Okay, yeah, sure. Thanks. Very by a small pieces. Small piece. Your palm. Okay. Okay. And yeah, so can you show? Oh my god. നിനക്ക് പേടിയില്ല? അയ്യോ, അങ്ങനെ മാത്രം പറയരുതേ, എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. പോരാ, അത് പോരാ. അയ്യോ, അത് ഒന്നുമില്ലടി. Nothing, right? അറിയുപോലുമില്ല. വേണ്ട, ഞാൻ കൊടുക്കുന്നേ ഇല്ല. അത് പാവം ഇങ്ങനെ തൊടുന്നുള്ളൂ. You won't know. കേട്ട്. Cow. Horse. അത് കാളയടി, പശുവല്ല. അമ്പ കുമ്പാണോ? Give. Nice, give gift. Give, no, it's okay. അവന് കൊടുക്കാം, അവൻ്റെ കൈ കൊടുത്തോ, ശങ്കടുവിൻ്റെ. Baby gift? You. Kayla. Aduh, mana Kayla? Kenapa terlepas? Makasih Kayla. ഇതൊക്കെ കൊടുക്കുന്നു. Ya? Kita bawa jalan ya? ഇതെല്ലാം ചാടി വരുന്നേ. ബൈ കെയ്ല. കെയ്ല അത് നെയ്മ. Give, you give. No.
ട്രൈ നോ. പശു എന്ത് ചെയ്യാനടി? നീ നാവ് തൊടണ്ട, അതിന്റെ മറ്റേ അറ്റം കൊടുക്ക്. ജസ്റ്റ് കീപ് ദെയർ ഓൺ ദ ടേബിൾ. What are you doing, bro? How would it feel? Give. Oh God. You're such a failure. എനിക്ക് ഇഷ്ടം ആനിമൽസിനെ, പക്ഷെ പേടിയാണ്. Very. You scared of goats? A bit. ആടുജീവിതം. ആടുജീവിതത്തിനോട് ഞാൻ ശങ്കിടും. ഹലോ. ഹായ്. ഓ, ഇതിന് വേണ്ടിട്ട് വെയിറ്റ്. ഇതിനെന്താ കൊടുക്കാം? ബേബി ചാടും. കൊടുത്തോ എന്തെങ്കിലും കഴിക്കാൻ? കൊടുത്തോ. ഇനി പിന്നെ കയ്യിൽ വെച്ചിട്ട് അതിന് കൊടുക്കാറുണ്ട്, അതിന് ദേഷ്യമല്ലേ? ആ. Is it eating? Yeah, I can see the donkey. Yeah. അവിടെ കയ്യിലോടി വരുവേ നീ. ബേബി തുടങ്ങ. അയ്യോ, ശങ്കരൂനെ പോലത്തെ ബേബി അല്ലേ? ക്യൂട്ടി ബൈ ബേബി അല്ലേ? ശങ്കരൂനെ പോലത്തെ ക്യൂട്ടി അല്ലേ? അതന്നെ വാവയ്ക്ക് അറിയില്ല ഹെയർ ഇൻ ദ ടോർട്ടോise സ്റ്റോറി. അതിൻ്റെ നോക്ക് ശങ്കരു. So cute അല്ലേ? The small one you can call Dodo and Mimi. Dodo and Mimi. Yes, Dodo. Dodo. Dodo 3 years old. Mimi 5. 5. ഉണങ്ങിയ പുല്ല വേണ്ട. Dodo. Dodo, Mimi. I think that is Mimi. കൊടുക്ക്, ഡോഡോന് കൊടുക്ക്. അടിക്കാൻ തന്നെ അതിൽ ഫുഡ് ഉണ്ടടി. Hey, see also Dubai. You Dubai? Where are you going? This one 8 years old. 8 years. Oh. Other one? This one Back.
ഇവൻ്റെ കൈ കൊടുക്കുകയാണെ മോൻ്റെ. ഓ ബോയ് ഗേൾ. കഴിഞ്ഞോ? ഗുഡ്. ശങ്കുടിൻ്റെ ആക്ഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ശങ്കുടി റാബിറ്റ് ശങ്കുടു. The lizard. The Shrek or the Fiona. നല്ലൊരു മിനി ഗെറ്റവേക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ദസാറു മിനി സൂ. ഇഫ് യു ഹാവ് കിഡ്സ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും നല്ലതായിരുന്നു. നമ്മൾ ആക്ച്വലി ആരും ഇതിനെപ്പറ്റി പറയുന്നൊന്നും കേട്ടിട്ടില്ല. നമ്മൾ ഗൂഗിൾ വഴിയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. അതുകൊണ്ട് ആരെങ്കിലും റോഡ് ട്രിപ്പിന് ജോഹർ ബാറു വഴി എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഡെസാറുവിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ സൂവിലേക്ക് കയറണം. ഐ തിങ്ക് ഇറ്റ്സ് ഓപ്പൺ ഓൺ ഓൾ ഡേയ്സ്, പക്ഷേ 7 o'clock വരെ ഉള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര നീറ്റാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ടോയ്ലറ്റ്സും ഉണ്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കാറിൽ പോയതുകൊണ്ട് നമ്മൾ അവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്തു. ഭയങ്കര വൃത്തിയായിരുന്നു ടോയ്ലറ്റ്. അത് എസ്പെഷ്യലി അതെടുത്ത് പറയണം. അവിടുത്തെ എല്ലാ അറ്റൻഡേഴ്സും എല്ലാവരും നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശങ്കടും എൻജോയ് ചെയ്തു. I touched the lizard one. I'm a brave bird one. Chimika, 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 kuchimika, kachimiko. Can I eat you? ശങ്കടുവിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. ഈ സുസു ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിൽക്കിനെ പറയാം സുസു എന്നാണ്. ഫണ്ണിയല്ലേ? അതുകൊണ്ട് ചോക്ലേറ്റ് മിൽക്ക് അവന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ അവനൊരു സിപ്പ് പോലും എടുത്തില്ല. അവന് എൻ്റെ പാലല്ലാണ്ട് വേറെ ഒരു പാൽ അവന് ഇതുവരെ ഇഷ്ടമായിട്ടില്ല. അത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് അത് മാറ്റുക? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയണേ. നമ്മളിപ്പോൾ ഡെസാറു മിനി സൂ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസാറു തന്നെ ടൗണിൽ ഒരു പാകിസ്ഥാനി അറബിക് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ട് അവിടെ കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ട, നമ്മൾ എന്തായാലും ബീച്ചിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ അടുത്ത സിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത സിറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റിയാണ്. നമ്മളൊരു 8 months ബാക്ക് അവിടെ പോയിട്ടുണ്ട്. ശങ്കർ ഒരു സ്മോൾ ബേബി ആയപ്പം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിൽ ആ സിറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Thank you so much for watching my vlog. I hope you like this video. Until I see you next time. Bye bye.